ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മോഹൻദാസ്. ഞാൻ കണ്ണൂരിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് സ്ഥിരമായി വലിവിൻ്റെ അസുഖമുണ്ടായിരുന്നു. കൂടാതെ വെരിക്കോസ് വെയിനിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു. ഞാൻ ആവിലായിൽ വന്നു. കൂടാതെ അസുഖമുള്ള എൻ്റെ മകനെയും ഞാൻ കൂട്ടിയായിരുന്നു വന്നത്. അച്ഛനെ കണ്ടു. അവൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി 33 ആഴ്ച ധ്യാനം കൂടുവാനും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ദിവസവും 33 തവണ ചൊല്ലുവാനും ഈശോയെ എന്ന് 101 തവണ വിളിക്കുവാനും അച്ഛൻ പറഞ്ഞു. ഞാൻ 33 ആഴ്ച ധ്യാനം കൂടി. അതിനുശേഷം എൻ്റെ വെരിക്കോസിൻ്റെ അസുഖം പൂർണ്ണമായും മാറി. വലിവിൻ്റെ അസുഖവും പൂർണ്ണമായി എനിക്ക് മാറിക്കിട്ടി. എൻ്റെ മകൻ്റെ അസുഖം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് രോഗസൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് പ്രിൻസി. ഞാൻ അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. ആവിലായിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 26/11/2024 നടന്ന ഒമാൻ ലൈസൻസ് എക്സാം പാസ്സാകാൻ സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷീബ. ഞാൻ കല്ലുവയലിൽ നിന്നും വരുന്നു. എൻ്റെ യൂട്രസിൽ 3 ഫൈബ്രോയിഡുകൾ ഉണ്ടായിരുന്നു. 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഹോമിയോ ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തിരി വലുതാകുകയാണെങ്കിൽ എടുത്തു കളഞ്ഞാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. ആദ്യത്തെ സ്കാനിങ്ങിൽ 1 എണ്ണമേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ അത് 3 എണ്ണമായി. അതിനുശേഷം 3ാമത്തെ സ്കാൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസിൽ മുഴകളൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആവില പള്ളിയിൽ വന്ന് മുട്ടിൽ വലിയുമെന്നും സാക്ഷ്യം എഴുതിയിടാമെന്നും ഞാൻ നേർന്നു. അതുപോലെ ഞാനിവിടെ പള്ളിയിൽ വന്നപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിൽ അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഈ ബുദ്ധിമുട്ട് എല്ലാം അത് മാറിക്കൊള്ളുമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷ്യപ്പെടുത്താൻ ഒരുങ്ങിക്കൊള്ളുക എന്നും പറഞ്ഞു. അങ്ങനെ 3ാമത്തെ സ്കാനിങ്ങിൽ 3 എണ്ണമുള്ള ഫൈബ്രോയിഡിൽ നിന്ന് 2 എണ്ണം അപ്രത്യക്ഷമായി. ഇനി ഒരു ചെറിയ ഫൈബ്രോയിഡ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എൻ്റെ 2 ഫൈബ്രോയിഡും എടുത്തു കളഞ്ഞ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. വിളിക്കാം. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സവിത. വീട് വള്ളിത്തോട്. എൻ്റെ ഭർത്താവ് രാജേഷ് ഏട്ടന് ഹാർട്ടിന് ബ്ലോക്കായിട്ട് 1 വർഷമായിരുന്നു. ആൻജിയോഗ്രാം ചെയ്തു. അതിനുശേഷം സുഖമില്ലാതെ ആയപ്പോൾ ഞങ്ങൾ ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞതുപോലെ 33 പ്രാവശ്യം ചൊല്ലാനുള്ള പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. മുട്ടിൽ നീന്തി പ്രാർത്ഥിക്കുകയും എല്ലാ വ്യാഴാഴ്ചകളിലും വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. ചേട്ടനെ സുഖപ്പെടുത്തുവാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്നും നേർന്നു. ഇപ്പോൾ 1 വർഷമായി ചേട്ടൻ ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹാർട്ടിനുണ്ടായിരുന്ന ബ്ലോക്കിന്റെ പ്രയാസങ്ങൾ കർത്താവെടുത്ത് മാറ്റിയതിനെ ഓർത്ത് വിളിക്കാം. ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെഫിൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജർമ്മനിയിൽ നല്ല സാലറിയിൽ ഹോട്ടൽ ഫീൽഡിൽ ഒരു ജോലി തന്ന ഈശോ അനുഗ്രഹിച്ചു. എൻ്റെ 2ാമത്തെ നിയോഗം എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. അവൾ കുറേ മാസമായി പീരിയഡ്സ് ആകാതെ ബുദ്ധിമുട്ടിച്ച് ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്യണമെന്ന്. അവർക്ക് നല്ല പേടിയായിരുന്നു. PCOD ആണോ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്.
അവൾക്ക് തൈറോയിഡിൻ്റെ പ്രശ്നവുമുണ്ട്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈ നിയോഗം ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ടു. അതിൻ്റെ ഫലമായി ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് PCOD ഇല്ല എന്നും യാതൊരു പ്രോബ്ലവും ഇല്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. എൻ്റെ പേര് മേരി, സ്ഥലം കടത്തുംകടവ്. ഞങ്ങളുടെ വീട് പണി നടക്കാതെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ആവിലായിലെ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനായി ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് ഇവിടെ അറിയിക്കാനുള്ളത്. എൻ്റെ സഹോദരൻ്റെ മകന് പ്രഷർ കൂടിപ്പോയി. അപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി. ക്രിയാറ്റിനും വളരെയധികം കൂടിപ്പോയി. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എല്ലാം നോർമലായി കിട്ടിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന്. അവന് പരിപൂർണ സൗഖ്യം ലഭിച്ചു. എൻ്റെ സഹോദരിയുടെ മകന് വേണ്ടിയാണ് അടുത്ത സാക്ഷ്യം. അവൻ AC എഞ്ചിനീയറാണ്. അവനെ കമ്പനി ഏൽപ്പിച്ച ജോലിയിൽ 5 ലക്ഷം രൂപ അവന് നഷ്ടമായി. ആ തുക കമ്പനിയിൽ നിന്ന് കൊടുത്താൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് ഞാൻ നേർന്നിരുന്നു. അവൻ ആ തുക കമ്പനിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ സ്കൂട്ടർ തട്ടി കാലിൻ്റെ എല്ല് പൊട്ടിയിരുന്നു. നീര് വന്ന് വളരെ വേദന അനുഭവിച്ചു. എത്രയും പെട്ടെന്ന് സുഖപ്പെട്ടാൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എത്രയും വേഗം കാല് സുഖപ്പെട്ടു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നുവെന്ന് റോസമ്മ ഇരിട്ടി. കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. അന്തർ കണ്ടതും ചെകിടർ കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബിൻസി. ഞാൻ കേളകത്തു നിന്നും വരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ ഭർത്താവിൻ്റെ കരളിനൊരു ഓപ്പറേഷൻ ചെയ്തിരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം എഴുതിയിട്ടതിൻ്റെ ഫലമായി സൗഖ്യം കിട്ടി. 1 വർഷത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിന് പോകണമായിരുന്നു. ഓരോ ടെസ്റ്റുകൾ നടത്തുമ്പോഴും ഞാൻ ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ കരളിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നേരെയായി, ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മയുടെ കാലിൽ മുള്ളുകൊണ്ടിട്ട് പഴുത്ത് 2 മാസം ആസ്പത്രിയിൽ അഡ്മിറ്റായിരുന്നു. ആസ്പത്രിയിൽ നിന്ന് വന്നിട്ടും 1 വർഷമായിട്ടും മുറിവിണങ്ങിയില്ല. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി അമ്മയുടെ കാലിൻ്റെ മുറിവ് പൂർണ്ണമായും ഉണങ്ങി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. എൻ്റെ പേര് ബെൻ ജൂഡ് സെബാസ്റ്റ്യൻ. ഞാൻ കൊളക്കാട് സെൻറ് തോമസ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ സ്റ്റുഡൻറ് വിസയിൽ കാനഡയിൽ പഠിക്കുമ്പോൾ എനിക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. കൊറോണ സമയമായിരുന്നതുകൊണ്ട് ആകപ്പാടെ ബുദ്ധിമുട്ടായി. ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലായിരുന്നു. ഞാൻ റാപ്സൻ അച്ഛന് മെസ്സേജ് അയച്ച് ജോലി കിട്ടാത്ത കാര്യം അറിയിച്ചു. അച്ഛൻ എന്നോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആവിലായിലെ പ്രാർത്ഥനയും അച്ഛൻ്റെ ധ്യാനവും അച്ഛൻ എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് നല്ലൊരു ജോലി തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം.
ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് സാലി, കരിക്കോട്ടക്കരി ഇടവകാംഗമാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ 6/12/24 നടന്ന മരിയൻ തീർത്ഥാടനത്തിൽ ഒത്തിരിയേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ചെമ്പേരി വരെ നടന്നുപോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ എനിക്ക് സാധിച്ചു. ഒരു സഹോദരിയുടെ മാനസിക രോഗ സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ രോഗം പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. ഇടവകയിലെ ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് വിഭജനം പ്രശ്നമൊന്നുമില്ലാതെ നടന്നു. 3-4 മാസമായി എനിക്കുണ്ടായിരുന്ന നടുവേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ദീപ്തി. ഞാനൊരു അധ്യാപികയാണ്. 6 വർഷമായി എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകാതെ കിടക്കുകയായിരുന്നു. ഈ സെപ്റ്റംബറിൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകുകയും ഒക്ടോബർ മുതൽ എനിക്ക് ശമ്പളം ലഭിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നുവെന്ന് ദീപ്തി എടൂർ. കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മറിയക്കുട്ടി ഫിലിപ്പ്, സ്ഥലം ഏറ്റുപാറ. എൻ്റെ രോഗമുണ്ടായ സമയത്ത് എന്നെ നോക്കാൻ ഈശോ എൻ്റെ മകളെ അനുവദിച്ചു. എൻ്റെ ചികിത്സയിൽ എൻ്റെ കൂടെ അവൾ വന്നു നിന്നു. എനിക്ക് ക്യാൻസർ അസുഖമായിരുന്നു. അതിൽ നിന്നും എനിക്ക് മുക്തി നൽകി. എനിക്ക് മൂത്രതടസ്സമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതു ഭക്ഷണം കഴിച്ചാലും എനിക്ക് അസ്വസ്ഥതയായിരുന്നു. ഈ രോഗമെല്ലാം എനിക്ക് സൗഖ്യമാക്കി തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അമ്മ ത്രേസ്യയുടെയും കർമ്മല മാതാവിൻ്റെയും ബന്ധിതനായ ഈശോയുടെയും മധ്യസ്ഥതയാൽ OET എക്സാം പാസ്സായി ഓസ്ട്രേലിയയിൽ ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നുവെന്ന് ട്രീസ ജോസ്, ഓസ്ട്രേലിയ. നന്ദി പറയാം. വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് എബിൻ. ഞാൻ ആവിലായിലെ രാത്രി നടക്കുന്ന ശുഭരാത്രി വചന ശുശ്രൂഷ ആദ്യമായി കേൾക്കുകയുണ്ടായ ഒരു സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന എക്കിൾ സ്തുതിപ്പിൻ്റെയും 21 വട്ടം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പൂർണ്ണമായും സൗഖ്യം ഉണ്ടായി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി, സ്ഥലം പൂപ്പറമ്പ്. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകളുടെ മകൻ ആൽബിന് നല്ലൊരു ജോലി കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ജോലി തടസ്സം മാറാൻ ഇടവരുത്തിയ കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ ചെമ്പേരിയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ ഒരു ജോലിക്ക് വേണ്ടി അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ലഭിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മോളി. ഞാൻ ചെമ്പേരിയിൽ നിന്നും വരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ മോൾക്ക് ഉന്നത വിജയം ലഭിക്കുകയും ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. മോൻ്റെ വിവാഹവും നടക്കുകയുണ്ടായി. ഇവ കൂടാതെ വളരെ കാലമായി വീട്ടിലേക്ക് ഒരു റോഡിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതും സാധിച്ചു കിട്ടി.
ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 3 അനുഗ്രഹങ്ങളാണ്. ഒന്ന്, മകന് ജോലി ലഭിച്ചു, മകന്റെ വിവാഹം നടന്നു, മകൾക്ക് ജോലി ലഭിച്ചു, ഭവനത്തിലേക്കുള്ള വഴിയുടെ തടസ്സം മാറി, കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. എൻ്റെ പേര് ഏഞ്ചൽ, സ്ഥലം അങ്ങാടിക്കടവ്. ഡിസംബർ 13-ാം തീയതി നടന്ന IQN തിയറി എക്സാമിൽ ഉന്നത വിജയം നൽകിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഡേറ്റ് എടുത്തു തരികയും ചെയ്ത റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് പ്രിയ. ഞാൻ നെല്ലുകുറ്റി ഇടവകയിൽ നിന്നും വരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെയധികം പ്രതിസന്ധികളും സഹനങ്ങളും ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട റാപ്സനച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. സാക്ഷ്യം പറയാൻ ഇടയാകട്ടെ എന്ന് അച്ഛൻ പറഞ്ഞു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന് 101 പ്രാവശ്യവും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചെറുതും വലുതുമായ അനേകം അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. മക്കളുടെ വിദ്യാഭ്യാസവും അതിനാവശ്യമായ സാമ്പത്തികവും ക്രമീകരിക്കുവാൻ ഈശോ കരുണ തന്നു. എൻ്റെ സഹോദരനും മകനും ഉണ്ടാകാമായിരുന്ന വലിയ അപകടത്തിൽ നിന്നും പൂർണ്ണമായി സംരക്ഷണം നൽകി. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ആലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി നെഞ്ചിനകത്തുണ്ടായിരുന്ന വേദന പൂർണ്ണമായും മാറിക്കിട്ടി. എൻ്റെ സഹോദരൻ ഒരു സ്ഥലം വാങ്ങിയതിൻ്റെ 35 ലക്ഷം രൂപ കൊടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഞങ്ങൾ ആവിലായിൽ വന്നു പ്രാർത്ഥിച്ചു. ദൈവാനുഗ്രഹത്താൽ അതും സാധിച്ചു. അതുപോലെ 1 വർഷം മുമ്പ് എൻ്റെ 2 കാലിനും സഹിക്കാൻ വയ്യാത്ത വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമായിരുന്നു. വേദനയുള്ളപ്പോഴും ഞാൻ ഈ ആലയത്തിൽ ബുദ്ധിമുട്ടി വന്നു. അതുപോലെ അതിശക്തമായ വയറുവേദനയും ഉണ്ടായിരുന്നു. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അതിശക്തമായ വയറുവേദനയാൽ ഞാൻ വിഷമിക്കുമ്പോൾ രോഗസൗഖ്യം ലഭിക്കുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം ഈ വേദന എനിക്ക് ഇന്ന് വരെ അനുഭവപ്പെട്ടിട്ടില്ല. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് വത്സമ്മ. ഞാൻ മണ്ഡലത്ത് നിന്ന് വരുന്നു. ഞാൻ നവംബർ മാസം 21-ാം തീയതി ഇവിടെ വരികയും എൻ്റെ മകളുടെ വിസ തടസ്സത്തിൽ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന എഴുതി ബന്ധിതനായ ഈശോയുടെ അടുത്ത് കെട്ടിയിടുകയും ചെയ്തു. ഡിസംബർ 3-ാം തീയതി ആയിരുന്നു അത്. വിസ പുതുക്കാൻ പോയപ്പോൾ 1 വർഷത്തേക്ക് വിസ പുതുക്കി കിട്ടുകയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് ആശിഷ്. ഞാനൊരു ആർക്കിടെക്റ്റാണ്. 2023 പഠനം പൂർത്തിയാക്കിയ ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 1 കൊല്ലത്തോളം പല കാരണങ്ങളാൽ എനിക്ക് അവസരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട് മാനസികമായി തളർന്ന ദിവസങ്ങളായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഞാൻ ആവിലായിൽ വന്ന് അച്ഛനെ കണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പരിപൂർണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പാസ്പോർട്ടിൻ്റെ കോപ്പി ബന്ധിതനായി ഈശോയുടെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ചയിലെ പ്രാർത്ഥനയുടെ മധ്യേ എൻ്റെ പ്രാർത്ഥന ഈശോ സാധ്യമാക്കി തന്നു. എൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറി എനിക്കുള്ള ഓഫർ ലെറ്റർ ലഭിച്ചു.
ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സവിത. എൻ്റെ ചേച്ചിയുടെ മകന് നെഞ്ചുവേദന വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. വേറെ ഒരു ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചു. പിന്നെ 33 പ്രാവശ്യം ചെല്ലുന്ന കരുണയുടെ പ്രാർത്ഥന ചൊല്ലുകയും ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് സോണിയ. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. എൻ്റെ ഇടതുകാലിൻ്റെ മുട്ടിന് ഒരാഴ്ച മുമ്പ് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. കാൽ കുത്തി നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ആവിലാപ്പള്ളിയിലെ വെഞ്ചരിച്ച് എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ ആശ്വാസം കിട്ടു. അതിനുശേഷം അച്ഛനെ കണ്ടു. പ്രാർത്ഥിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഡിസംബർ 10-ാം തീയതി അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈശോയും മാതാവും കൂടെയുണ്ട്. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ എൻ്റെ വേദന പൂർണ്ണമായും മാറി. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻസി. അങ്ങാടിക്കട ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ കാനഡയിൽ 2 മാസമായി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുമായിരുന്നു. അവന് ജോലി ലഭിക്കുവാനുള്ള നിയോഗത്തിൽ ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കുകയും നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ദിവസവും 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവനൊരു നല്ല ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അമ്മ ആവിലായിൽ ഉരുൾ നേർച്ച നടത്തി പ്രാർത്ഥിച്ചു. മകന് കാനഡയിൽ ജോലി കിട്ടി. ഉറക്കെ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അന്നമ്മ, സ്ഥലം എടൂർ. എൻ്റെ ഭർത്താവിന് വയറുവേദന വന്നപ്പോൾ രക്തം പരിശോധിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ആവിലാസദനിൽ സാക്ഷ്യം നൽകാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശോധനാ ഫലങ്ങളെല്ലാം നോർമലാണെന്ന് റിസൾട്ട് കിട്ടി. രോഗസൗഖ്യം നൽകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് വിമല ഇവി, സ്ഥലം ശ്രീകണ്ഠപുരം. ഞങ്ങളുടെ മകൾ മിതു മോഹൻ ഷാർജയിലാണ് താമസിക്കുന്നത്. മോൾക്ക് ജോലിയില്ലാതെ കുറേ വിഷമിച്ചു. കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ഒരു ജോലിയും കിട്ടിയില്ല. എന്നാൽ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തതിൻ്റെ ഫലമായി അവൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ ഗൈനക്കോളജി ഡോക്ടറായി ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ദേശത്ത് ഡോക്ടറായി ജോലി ലഭിച്ചതിനെ ഓർക്ക വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ജോയി. ഞാൻ ചെമ്പേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ മാസം നടന്നു. എന്നാൽ എനിക്കതിൽ പങ്കെടുക്കാൻ സാധ്യമാകാത്ത കാരണങ്ങളുണ്ടായിരുന്നു.
ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചു, എനിക്ക് കല്യാണത്തിൽ കൂടാൻ സാധിക്കണമേ എന്ന്. അങ്ങനെ സാധിച്ചാൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതുവഴിയായി എനിക്ക് എൻ്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. വിളിക്കാം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ആൻഡ്രിയ. എനിക്ക് സ്കൂൾ തുറന്ന് 1 മാസമായിട്ടുള്ള പനി, മരുന്ന് മേടിച്ചിട്ടും കുറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നുവെന്ന് ആൻഡ്രിയ എഡൂർ. നന്ദി പറയാം. വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. എൻ്റെ പേര് ഷാജീസ് കറിയ, സ്ഥലം എടൂർ. എൻ്റെ മകന് ഹൈദരാബാദിലായിരുന്നു ജോലി. അവന് ബാംഗ്ലൂരേക്ക് ഒരു മാറ്റം കിട്ടാനായിട്ട് ഞാനിവിടെ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ നിയോഗം എഴുതിയിടുകയും ചെയ്തതിൻ്റെ ഫലമായി മകന് ബാംഗ്ലൂരിലേക്ക് മാറ്റം കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ പയ്യാവൂര് പള്ളി ഇടവകാംഗമാണ്. എൻ്റെ മകൾ DHAയുടെ പരീക്ഷ എഴുതി. നവംബർ 1-ാം തീയതിയാണ് എഴുതിയത്. ഞാനിവിടെ 7-ാം തീയതി വന്ന് പ്രാർത്ഥിച്ചു. പരീക്ഷയിൽ പാസ്സാകുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്നും നേർന്നിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അവൾ നല്ല മാർക്കോടെ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നുവെന്ന് ലൈസ പയ്യാവൂർ. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകുന്ന കർത്താവിന്റെ നാമം നമുക്ക് ഉറക്കെ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ചാക്കോ, ശ്രീകണ്ഠപുരത്ത് നിന്ന് വരുന്നു. എൻ്റെ ഭാര്യ ലൗലിയും ഞാനും കഴിഞ്ഞ വ്യാഴാഴ്ച ആവില പള്ളിയിലേക്ക് വരികയായിരുന്നു. മാടത്തിൽ ജംഗ്ഷനിലെത്തിയപ്പോൾ എൻ്റെ ബുള്ളറ്റും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. ഭയങ്കര ശബ്ദമായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരും. ഞങ്ങളും വിചാരിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു എന്ന്. ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് ഇടത്തേക്ക് മറിഞ്ഞു. അവർക്കും ഞങ്ങൾക്കും ഒന്നും സംഭവിച്ചില്ല. വലിയ അപകടം സംഭവിക്കാവുന്ന തലത്തിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾക്ക് അപകടത്തിൽ നിന്ന് സംരക്ഷണം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമ